ഹായ് ഗൈസ്. സോ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് മ്യൂട്ടേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. നമ്മൾ എന്താ പറയുക, ഒരു യൂസർ ക്രിയേറ്റ് യൂസറാണ് നമ്മൾ കൊടുത്തിരുന്നത്. സോറി, ഇവിടെ ഓക്കെ ഇവിടെ നമ്മളൊരു യൂസർ ആഡ് ചെയ്തിരുന്നു. ആഡ് യൂസർ എന്ന് പറഞ്ഞിട്ട് മ്യൂട്ടേഷൻ ആഡ് ചെയ്തിരുന്നു. എന്നിട്ട് നമ്മൾ വിളിച്ചപ്പോൾ നമുക്ക് ആഡ് ചെയ്തത് നമ്മൾ കണ്ടിരുന്നു. നമ്മുടെ മ്യൂട്ടേഷൻ വർക്ക് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, സോ നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ വീഡിയോ നമ്മൾ സ്റ്റീവ് എന്ന് പറഞ്ഞ പേര് കൊടുത്ത് 36 വയസ്സെന്ന് പറഞ്ഞിട്ട്, സോ നമ്മുടെ DB ചേസറിൽ ഓട്ടോമാറ്റിക് അത് അപ്ഡേറ്റ് ആയി വരും. ഇത് ആഡ് യൂസർ മ്യൂട്ടേഷൻ നമ്മൾ വിളിച്ച സമയത്ത്. ഓക്കെ, സോ നമ്മൾ ഇനി അടുത്ത മ്യൂട്ടേഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഡിലീറ്റ് ആണ്. എനിക്കൊരു യൂസറെ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യണം. സോ ആ മ്യൂട്ടേഷനാണ് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ വെച്ചാൽ ഈ ഫീൽഡ്സ് ഉണ്ടല്ലോ, ഫീൽഡ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുക അടുത്തതും. സോ എല്ലാ മ്യൂട്ടേഷൻസും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഫീൽഡ്സിൻ്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, സോ നിങ്ങളിവിടെ ഇത് ഡിലീറ്റ് യൂസർ കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ ഡിലീറ്റ് യൂസർ എന്നുള്ള മ്യൂട്ടേഷൻ നമ്മൾ കൊടുത്തു. ഓക്കെ, സോ ഈ ഒരു മ്യൂട്ടേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തത് നിങ്ങൾ ഈ ഡിലീറ്റ് യൂസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഡ് യൂസർ നമ്മൾ കണ്ടു എന്തൊക്കെ ചെയ്തേക്കണേ എന്നുള്ളത്. അതുപോലെ ഡിലീറ്റ് യൂസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പക്ഷെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഈ വീഡിയോ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ സാധനം. അത് സിമിലർ ആണ്, നമ്മൾ ആഡ് യൂസർ ചെയ്ത പോലെ തന്നെ സിമിലർ ആണ്. പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് API കോൾ ഇല്ലേ, ഇതിൽ API കോൾ നമ്മൾ വിളിക്കേണ്ടത് ഇങ്ങനെ ആയിരിക്കും. ആക്സിയോസ് ഡോട്ട് ഡിലീറ്റ് HTTP ലോക്കൽ ഹോസ്റ്റ് 3000 /users/ ID എന്നായിരിക്കും കൊടുക്കേണ്ടാവുക. ഓക്കെ, സോ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിലീറ്റ് വിളിക്കുകയാണ്. ആക്സിയോസ് ഡോട്ട് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ പറയുകയാണ്. ആ ID പാസ് ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യും. ഇതൊരു ടിപ്പാണ്. ഇത് ഇങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ട്രൈ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ പോസ് ചെയ്തിട്ട്. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്തപ്പോൾ നള്ള് എന്നുള്ള റെസ്പോൺസാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ കറക്റ്റാണ് ഉത്തരം. ഓക്കെ, സോ ഐഡിയലി നള്ളായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഞാൻ ഈ പ്രോബ്ലത്തിൻ്റെ ലൈക്ക് ഒരു പ്ലാൻസ് ഉണ്ടാക്കാൻ പോവുക. ഫസ്റ്റ് ഈ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കയറി വർക്ക് ചെയ്യുന്ന മുമ്പ് ചെറിയ പ്ലാൻ പോലെ ഉണ്ടാക്കുമല്ലോ. സോ ഫസ്റ്റ് ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ കോഡ് എവിടെ എഴുതുന്നുള്ളത് മ്യൂട്ടേഷൻ്റെ. സോ നമ്മളിവിടെ എഴുതുക കോഡ് മ്യൂട്ടേഷൻ എന്നുള്ളത്. രണ്ടാമത്തത് നമുക്ക് എന്തൊക്കെയാണ് ആർഗ്യുമെൻറ്റിൽ ആവശ്യം വരിക എന്നുള്ളത്. സോ ഞാൻ ഇവിടെ ID മാത്രമാണ് കൊടുത്തിരുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ID വേണം ഇത് ചെയ്യേണ്ടത്. ഫസ്റ്റ് നെയിം മേ ബി ഈ സച്ചിൻ എന്നുള്ള കുറേ സച്ചിൻ ഉണ്ടാവും, നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ID യൂണീക്ക് ആയിരിക്കും. സോ നമ്മൾ ID വെച്ചിട്ടായിരിക്കും അത് ഡിലീറ്റ് ചെയ്യേണ്ടാവുക. ഓക്കെ, പിന്നെ മൂന്നാമത്തെ എന്ത് റിക്വസ്റ്റ് ആണ് നമ്മൾ മേക്ക് ചെയ്യുക എന്നുള്ളത്. ആ ടിപ്പ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നു. നമ്മൾ ഇതാണ് യൂസ് ചെയ്യേണ്ടാവുക, അത് ഡിലീറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ട്രൈ ചെയ്യുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്തെന്ന് വിചാരിക്കുന്നു. ടൈപ്പ് ഞാൻ യൂസർ ടൈപ്പ് തന്നെ കൊടുക്കാം ടൈപ്പിന്. ഓക്കെ, അടുത്തത് ആർഗ്യുമെൻറ്റിൽ ഞാൻ പറഞ്ഞു ആക്ച്വലി ഞാനിവിടെ ഒരെണ്ണം മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ ആർഗ്യുമെൻ്റായിട്ട്. അത് ID ആണ്. ഓക്കെ, ID മാത്രമേ ഞാനിവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അതിന് ഞാൻ ടൈപ്പ് ന്യൂ GraphQL നോൺ നൾ ഓഫ് GraphQL സ്ട്രിങ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ മെൻഷൻ ചെയ്യുന്നത് ആക്സ് കഴിഞ്ഞു. ഇനി ഞാൻ അടുത്തത് നോക്കുന്നത് റിസോൾവ് ആണ്. റിസോൾവിൽ രണ്ട് ഇതുണ്ടാവും, പാരൻറ്റ് വാല്യൂ ആക്സ് ഉണ്ടാവും. ഞാൻ ആക്സിൽ നിന്ന് ഞാൻ പറഞ്ഞു പാരൻറ്റ് വാല്യൂ ആക്സ് ഉണ്ടാവും. എനിക്ക് ആക്സിൽ നിന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ID മാത്രം മതി. ഓക്കെ, ഞാനപ്പോൾ ആക്സിൽ നിന്ന് ID മാത്രം എടുക്കുന്നുള്ളൂ ഇവിടെ. എന്നിട്ട് ID മാത്രം എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ഈ മുമ്പ് എഴുതിയ നമ്മൾ മുമ്പ് വച്ച കോളില്ലല്ലോ ടിപ്പ് ഇട്ടുന്നത്, അത് യൂസ് ചെയ്തിട്ട് ഞാൻ റിട്ടേൺ ചെയ്യാണ്. .then just data.
നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോസിലെല്ലാം നമ്മളിപ്പോൾ എഴുതിയ കോഡിലൊക്കെ റെസ് ഡോട്ട് ഡാറ്റ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്, ആരോ ഫംഗ്ഷൻ ചെയ്തിട്ട് റെസ് ഡോട്ട് ഡാറ്റ എന്നൊക്കെ വിളിക്കും. സോ ഇതൊക്കെ നമ്മൾ ലേറ്റർ ഓൺ ചേഞ്ച് ചെയ്യുന്നതാണ്. നമ്മുടെ ഇനി ഫ്യൂച്ചറിലുണ്ടാകുന്ന വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടാണ് ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എങ്ങനെ എഴുതാന്നുള്ളത്. ഇത് ചേഞ്ച് ചെയ്യുന്ന ആവശ്യം നമ്മൾ. ഓക്കെ, ഞാനിപ്പോൾ ഇത് സേവ് ചെയ്യാണ്, ഞാൻ എഴുതി കഴിഞ്ഞു, ഇത് സേവ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യാണ്, എൻ്റെ ടെർമിനലിൽ ചെക്ക് ചെയ്യണമല്ലോ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂസൊന്നും കാണില്ല. ഓക്കെ, 4000 കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഒരു ഇഷ്യൂസും കാണുന്നില്ല. ഇനി ഞാൻ നമ്മുടെ ബ്രൗസറിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ടല്ലോ. സോ ഞാനിവിടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യണം. ലോക്കൽ ഹോസ്റ്റ് 4000. ഓക്കെ, മ്യൂട്ടേഷൻസ്. സോ ഇവിടെ കണ്ടോ, അടുത്ത നമ്മളിപ്പോൾ കൊടുത്ത ഡിലീറ്റ് യൂസർ എന്ന് പറഞ്ഞ മ്യൂട്ടേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ നമ്മുടെ മ്യൂട്ടേഷൻസ് അപ്ഗ്രേഡ് ചെയ്യാണ്, ലൈക്ക് നമ്മൾ റിക്വസ്റ്റ് മേക്ക് ചെയ്യണം ഇവിടുന്ന് ഗ്രാഫിക്കലിൽ നിന്ന്. സോ നമ്മളിവിടെ ഡിലീറ്റ് യൂസർ എന്ന് പറഞ്ഞ ഇതും, ഓക്കെ, ഡിലീറ്റ് യൂസർ എന്ന് പറഞ്ഞ രീതി. ഇനി നമുക്ക് ചെക്ക് ചെയ്യണം നമുക്ക് ഐ ഡി ഏതാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലായി എനിക്ക് ID 23 ഉണ്ട്, 23 ഉണ്ട്. സോ നമ്മൾ ഈ 23 ആണ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ചെക്ക് ചെയ്യുക ഉള്ള 23-ൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒബ്ജക്റ്റ് ആഡ് ചെയ്തിട്ട് ആ ID വിളിക്കും. ബേസിക്കലി ആ ID പ്രസൻ്റ് ആയിരിക്കണം നിങ്ങളുടെ db.json. സോ നമ്മുടെ കേസിൽ 23 ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, അപ്പോൾ ഞാൻ ആ 23 വിളിക്കണം. ഓക്കെ, സോ ID :23. ഓക്കെ, ഇനി ഞാൻ മെൻഷൻ ചെയ്യാണ് നമുക്ക് ഒരു റെസ്പോൺസ് വേണമെന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് റെസ്പോൺസ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പറയണം എനിക്ക് ID റെസ്പോൺസായിട്ട് മതി എന്ന് പറഞ്ഞ് നമ്മൾ മെൻഷൻ ചെയ്യും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഈ മ്യൂട്ടേഷൻ വിളിച്ചു, ഡിലീറ്റ് യൂസർ ID 23. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ID തന്നെയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം എന്താ വരുന്നത് എന്നുള്ളത്. ഔട്ട്പുട്ട് ID നമുക്ക് നള്ളാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ഇത് വർക്കായോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കോഡിൽ പോയി കഴിഞ്ഞാൽ ചെക്ക് ചെയ്തപ്പോൾ കണ്ടാവും നമ്മുടെ 23 കാണുന്നില്ല. 23 മുമ്പുണ്ടായിരുന്നു. ആ ഡിലീറ്റ് മ്യൂട്ടേഷൻ വിളിച്ചപ്പോൾ ഈ യൂസറിൽ നിന്ന് 23 ഡിലീറ്റ് ചെയ്തു. ഓക്കെ, പക്ഷേ അതുകൊണ്ട് എന്താ പറ്റുക വെച്ചാൽ നമുക്ക് നള്ളാണ് കിട്ടിയിരുന്നത്. ഇവിടെ നമുക്കിവിടെ ചെക്ക് ചെയ്ത് കാണാൻ പറ്റും നമ്മുടെ നള്ളാണ് വന്നേക്കുന്നത് റെസ്പോൺസ് എന്നുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം, ലൈക്ക് നമ്മൾ ഒരു യൂസർ ഡിലീറ്റ് ചെയ്തു, പക്ഷേ ഗ്രാഫിക്കൽ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ID തന്നിട്ടില്ല, അവിടെ നള്ളാണ് തന്നേക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് ഡീറ്റെയിൽസ് ചെക്ക് നോക്കാം എന്തുകൊണ്ടാണ് അവരത് തന്നതെന്നുള്ളത്. അപ്പം ഞാനത് ബേസിക്കലി ഡീറ്റെയിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഗ്രാഫിക്കൽ സക്സസ്ഫുള്ളി നമ്മൾ എന്താ പറയുക ഒരു ക്വറി മേക്ക് ചെയ്യുന്നുണ്ടല്ലോ. സോ ആ ക്വറി മേക്ക് ചെയ്ത ശേഷം റിക്വസ്റ്റ് JSON സർവറിലേക്ക് വിടുന്നുണ്ട്, ഡിലീറ്റ് ചെയ്യാനുള്ളത്, യൂസറെ ഡിലീറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് സക്സസ്ഫുള്ളി JSON സർവറിലേക്ക് ഉണ്ട്. പക്ഷേ ആ യൂസർ ഡിലീറ്റ് ആവുന്ന സമയത്ത് JSON സർവർ ആക്ച്വലി എന്താ പറയുക ഒരു ഡീറ്റെയിൽസും തന്നിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, ആ റെക്കോർഡ് ചെയ്യുന്ന ഡിലീറ്റിൽ നമുക്ക് കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് തരുന്നില്ല JSON സർവർ. സോ അത് JSON സർവർ ഡീഫോൾട്ട് ബിഹേവിയർ ആണ് ഇങ്ങനെ. സോ അതുകൊണ്ടാണ് നമുക്ക് നള്ള് കിട്ടുന്നത്. സോ നമുക്ക് എന്തെങ്കിലും തന്നാൽ നമുക്ക് ഡാറ്റ കിട്ടുള്ളൂ. JSON സർവർ നമുക്കൊന്നും തരുന്നില്ല, അതുകൊണ്ടാണ് നള്ള് കിട്ടുന്നത്. സോ എനിക്ക് ഐഡിയലി ഞാൻ പ്രിഫർ ചെയ്യാൻ എനിക്കൊരു ഡാറ്റ വേണം. നമുക്കറിയണമല്ലോ നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ റെസ്പോൺസ് ഒരു എന്തെങ്കിലും കിട്ടിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ നമ്മൾ ചെയ്ത് കറക്റ്റ് ആയിരുന്നു എന്നുള്ളത്. സോ അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി JSON സർവർ അത് കറക്റ്റ് നമുക്ക് തരുന്നില്ല. ഓക്കെ, സോ നമ്മളിപ്പോൾ കറൻ്റ്ലി ഒരു ഡിലീറ്റ് യൂസറിൻ്റെ മ്യൂട്ടേഷനാണ് എഴുതിയിരിക്കുന്നത്. സോ അത് സക്സസ്ഫുള്ളി നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന മ്യൂട്ടേഷൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ മ്യൂട്ടേഷൻ വിട്ടിട്ട് അടുത്ത ടോപ്പിലേക്ക് കിടക്കണം. സോ നിങ്ങളിത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും എറർ എനിക്ക് ആസ് യൂഷ്വൽ കമൻസിലൊക്കെ മെൻഷൻ ചെയ്യുക. എനിക്ക് അറിയുന്നതാണ്, ഞാൻ തീർച്ചയായും സോൾവ് ചെയ്ത് തരാം. സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. താങ്ക്സ് ലോട്ട്, ബൈ.